അപ്പോൾ ഞാൻ ഇപ്പം പെരുമണ്ണിൽ വത്തക്ക കൃഷി നടത്തുന്ന തോട്ടത്തിലാണ് ഉള്ളത് കേട്ടോ. നേരത്തെ നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞ പോലെ 7 തരം വത്തക്കയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അത് ചുവപ്പ്, മഞ്ഞ എന്നീ കളറിലുള്ള 7 തരം വത്തക്ക ഉണ്ടെന്നാണ് നേരത്തെ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നല്ല വെയിലാണ്. വെയിലത്ത് വീഡിയോ എടുക്കുമ്പോൾ വത്തക്ക കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നാലും കാണുന്ന പോലെ ഞാൻ വീഡിയോയിൽ പകർത്താം കേട്ടോ. ഫുള്ള് വത്തക്കേനെ കൊണ്ടുള്ള കളിയാണ് കേട്ടോ ഇവിടെ. ഈ ഏരിയയിൽ ഫുള്ള് അങ്ങനത്തോളം വത്തക്കയാണ് കേട്ടോ. അതേപോലെ ഈ സൈഡിൽ ഇടുന്ന അങ്ങോട്ടും ഉണ്ട് വത്തക്ക. ഇപ്പം നല്ലോണം വിളവെടുത്തിട്ട് നിൽക്കുക കേട്ടോ. വള്ളിയെല്ലാം ഏകദേശം വാടിയ പോലെ ഉള്ളത്, എന്നാലും വത്തക്ക ഒരുപാട് ഉണ്ട് കേട്ടോ. അതാ ഏരിയ കംപ്ലീറ്റ് വത്തക്കയാണ് കേട്ടോ. അങ്ങനത്തെ ഓളുണ്ട്. അല്ലേ ഫുള്ള് വത്തക്കയാണ്. ഇത്തല്ലതാ വത്തക്കയെല്ലാം വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഫുള്ള് വത്തക്ക ഉണ്ട് കേട്ടോ. ഏരിയ ഫുള്ള് വത്തക്ക കേട്ടോ. വത്തക്ക നല്ലോണം വിളവെടുത്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഫുള്ള് വത്തക്ക. പിന്നെ പുറകിൽ കാണുന്ന സ്ഥലത്ത് ഉണ്ട് ഈ ഏരിയയിൽ ഫുള്ളായിട്ട് വത്തക്ക കേട്ടോ. എല്ലാം ഇങ്ങനെ വിളവെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് താഴെ ആ ഏരിയയിൽ പിന്നെ എന്താ പറയുക, വള്ളികളെല്ലാം ഏകദേശം ഉണങ്ങി വാടിയിട്ടാണുള്ളത് കേട്ടോ. എന്നാലും വത്തക്ക ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഉണ്ടല്ലേ അതിൻ്റെ ഈ ബേക്ക് വശത്ത് ഈ സൈഡിലെല്ലാം കംപ്ലീറ്റ് വത്തക്ക കേട്ടോ. വീഡിയോ കാണുന്നുണ്ടോ അറിയില്ല. ഈ സൈഡിൽ ഈടെല്ലാം വത്തക്ക കേട്ടോ. അതുപോലെ വത്തക്ക ഉണ്ടോ മക്കളെ? വത്തക്ക വാങ്ങിയാ? മോൻ്റെ പേരുന്നാ? കാലിദ്. മോൻ്റെ പേരുന്നാ? മോൻ്റെ പേരുന്നാ? വേണ്ട ഇതിൻ്റെ ഉള്ളിലെല്ലാം വത്തക്ക കേട്ടോ. ഫുൾ വത്തക്ക. ഇത്ത വത്തക്ക വാങ്ങിയാ? വാങ്ങില്ല അല്ലേ? ഇത്തൻ്റെ പേരുന്നാ? ജസീല. ഇത്തൻ്റെ പേരുന്നാ? പേര് പറഞ്ഞോ, പേടിക്കണ്ട. സൈനബ. അപ്പോൾ 2 ഇത്തമാരുണ്ട് കേട്ടോ വത്തക്ക വാങ്ങാൻ വേണ്ടി വന്നിട്ട്. വത്തക്ക അവർ വാങ്ങി. വേലയുണ്ടല്ലേ? നല്ല പൂക്ക ഇത്തലും വത്തക്കലും വാങ്ങിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇത് എങ്ങനെ ഇത്ത ഈ പിന്നെ കിലോ കിലോനാ? എങ്ങനെ കിലോ എത്രയാണ് വത്തക്കക്ക്? 30? മേലോളം വത്തക്ക കേട്ടോ.
ഏരിയ കംപ്ലീറ്റ് വത്തക്ക. അതുപോലെ താഴിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഈ സൈഡിൽ കംപ്ലീറ്റ് വത്തക്കയാണ്. ഈ കാണുന്ന ഏരിയ ഫുള്ള് വത്തക്കയാണ്. അതുപോലെ മേലെയും ഉണ്ട് കേട്ടോ. മേലെയും ഇഷ്ടംപോലെ വത്തക്കയാണ്. പോകുന്ന വഴിക്ക് തേച്ചും ചെണ്ടുമല്ലീൻ്റെ ചെടിയാണ് കേട്ടോ. അതും ഇങ്ങനെ പൂ വിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫുൾ വത്തക്ക കേട്ടോ ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. പോകുന്ന വഴി കണ്ട ഫുള്ള് ചെണ്ടുമല്ലി. കംപ്ലീറ്റ് വത്തക്ക കേട്ടോ. അങ്ങ് താലോളം തേച്ചും വത്തക്ക കേട്ടോ. അതായത് ഫുള്ളായിട്ടും അങ്ങോട്ടുള്ള വള്ളികളെല്ലാം ഏകദേശം ഉണങ്ങി വാടിപ്പോയി. എന്നാലും വത്തക്ക ഉണ്ട് കേട്ടോ. ഏട്ടാ മേലെ പിന്നെ ആളുണ്ടോ? ഇങ്ങനെയുള്ള പൂക്കൾ ഇവിടെയുണ്ട് കേട്ടോ. ചെണ്ടുമല്ലി മാത്രമല്ല, ഇങ്ങനെയുള്ള പൂക്കൾ ഇവിടെയുണ്ട് കേട്ടോ. ഉണ്ടായി അപ്പോൾ ചെണ്ടുമല്ലി പൂവും അതുപോലെ ബത്തക്കയും. അങ്ങ് താലോളം ബത്തക്ക കേട്ടോ. അതാ ഈ ഏരിയയിൽ കംപ്ലീറ്റ് വത്തക്കയാണ് കേട്ടോ. അങ്ങനത്തെ ഓളം ഉണ്ട് കേട്ടോ. ആ ഏരിയയിൽ ഫുള്ളായിട്ട് വത്തക്കയാണ് കേട്ടോ. അതുപോലെ ഏതാണ്ടാ ഈ കാണുന്ന എല്ലാം വത്തക്കയാണ്. അത് ഈ സൈഡും ഉണ്ട് കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആ മേലോളം വത്തക്കയാണ്. ഇത് കണ്ടതാ പോകുന്ന വഴി. അതുപോലെ ഇതാ ഏരിയ ഫുള്ള് വത്തക്കയാണ്. ഏരിയയിൽ ഇതാ വീടും വത്തക്ക കേട്ടോ. വത്തക്ക ഒന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ. വെയിലുകൊണ്ട് വാടിപ്പോത്താണോ എന്നാ അറിയില്ല. ഇത് മഞ്ഞ വത്തക്ക ഉണ്ടോ. അതുപോലെ അങ്ങ് താഴെ ആടെ ഒന്ന് മഞ്ഞ കളറ് പിടിച്ചിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ഇത് മഞ്ഞ വത്തക്കയാണെന്നാ തോന്നുന്നു കേട്ടോ. പിന്നെ മഞ്ഞ കളറ് കാണുന്നുണ്ട് അങ്ങ്. അതും കണ്ടോ. അതുപോലെ ഇവിടെ ഒന്ന് കണ്ടല്ല എവിടെയുണ്ടോന്ന്. അതുപോലെ ആടെയെല്ലാം ഉണ്ട് കേട്ടോ. ഇത് മറ്റേ പിന്നെ മഞ്ഞ വത്തക്കയാണ് കേട്ടോ. ഇതെല്ലാം വെയിലുകൊണ്ട് പാടിയതല്ല കേട്ടോ. ഞാൻ അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അതല്ല. ഇത് മഞ്ഞ കളർ വത്തക്കയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം മഞ്ഞ കളർ വത്തക്കാണ്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും ഈ ഏരിയയിൽ. കണ്ടോ ഇവിടെയെല്ലാം വത്തക്ക കേട്ടോ. അതായത് ഈ കാണുന്നതെല്ലാം വത്തക്കയാണ്. അങ്ങനത്തെ ഓളം ഉണ്ട് കേട്ടോ വത്തക്ക. ഇവിടെയെല്ലാം ഉണ്ട്. താല് ഫുള്ളായിട്ടും പിന്നെ വത്തക്കയാണ്. മേലേക്ക് പോവുക. മേലെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങ് മേലെയാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് തേച്ചും വത്തക്കയാണ് കേട്ടോ. നല്ല വത്തക്കയാണ്. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ടും വത്തക്ക കേട്ടോ. ഈ ഏരിയയിൽ ഫുള്ളായിട്ട് അങ്ങ് ആളുണ്ട് കേട്ടോ. കുട്ടികളും വലിയ ആൾക്കാരിലൊക്കെ ആയിട്ട് ഇവിടെ ആളുണ്ട്. അങ്ങോട്ടൊന്ന് പോവാം. ഇതെല്ലാം ഫുള്ള് വത്തക്കയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ചെടി കണ്ടോ. ചെണ്ടുമല്ലി
ആ എന്ത് ഭംഗിയാ നോക്കിയാ പോകുന്ന വഴി. വത്തക്ക കൃഷിയിൽ ഇവിടെ വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ വത്തക്ക കൃഷി മാത്രമല്ല കേട്ടോ, അങ്ങ് മേൽപോട്ട് നോക്കിയാൽ ഫുള്ള് കപ്പക്ക ഉണ്ടോ. ആ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് കപ്പക്കയാണ് കേട്ടോ. അങ്ങ് മേലോളം കപ്പക്കയുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. വത്തക്ക മാത്രമല്ല കപ്പക്കയും ഉണ്ട് കേട്ടോ. ഞാൻ സോമിങ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ ഏരിയയിൽ, ഈ കാണുന്ന ഏരിയയിൽ ഫുള്ളായിട്ട് വത്തക്കയുണ്ട്, അതുപോലെ കപ്പക്കയുണ്ട് കേട്ടോ. ആ കാണുന്ന കപ്പക്കയാണ് ആ ഏരിയയിൽ. ആ ഏരിയയിൽ ഈ ഏരിയയിൽ കാണുന്നത് ഏച്ച് കപ്പക്കയാണ്. അങ്ങനത്തെ ഓളം അത് മേലോളം ഉണ്ട് കേട്ടോ. പിന്നെ പൂവുണ്ടോ, വരുന്ന വഴിക്ക് തേച്ചും പൂവാണ്, ചെണ്ടുമല്ലീൻ്റെ പൂവ്. എന്ത് ഭംഗിയാണെന്ന് വെക്കട്ടെ അല്ലേ. ഹായ്, ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇങ്ങോട്ട് വരുമ്പം തന്നെ ഒരു ഹൈലൈറ്റായിട്ട് തോന്നുന്നത് ചെണ്ടുമല്ലിപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന അതിമനോഹരമായ ഒരു തോട്ടം, വത്തക്ക തോട്ടം, തണ്ണിമത്തൻ തോട്ടം അങ്ങനെയും പറയാം കേട്ടോ. ചേച്ചി വത്തക്കൊന്നും വാങ്ങിയിട്ടില്ലേ? വാങ്ങണത്ര അല്ലേ? വീട് എവിടെയാണ് ചേച്ചിൻ്റെ? പുയിലൂർ അല്ലേ? മോളെ പേരണോ? അമ്മയോ? മോളെ പേരണോ? അനക. മോളെയോ? ചേച്ചിൻ്റെ? ധന്യ. അപ്പോൾ ഇവിടെ വേറെ ഒരു വത്തക്ക ഉണ്ടോ? ഇത് ഉള്ളിൽ ചുവപ്പുള്ള വത്തക്കയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഏട്ടാ ചേച്ചി, ഉള്ളിൽ വത്തക്ക ഉണ്ടോ? വത്തക്കയും അതേപോലെ പൂവും. ഏരിയ ഉണ്ടോ ഫുള്ളായിട്ട് തോട്ടമാണ് കേട്ടോ. വത്തക്ക തോട്ടമാണ് ഫുള്ളായിട്ടുള്ളത്. ഇതുണ്ടോ ഏരിയ കംപ്ലീറ്റ് വത്തക്കയാണ് കേട്ടോ. അതുപോലെ ഈ ഏരിയയിലും വത്തക്കയാണ്. ഈ സൈഡ് ഇതുണ്ടോ, ഇതിൻ്റെ മേൽഭാഗമാണ് നമ്മളിപ്പോൾ കയറി വന്നതിൻ്റെ മേൽഭാഗം. ഈ ഏരിയയിൽ ഇതിൽ ഫുൾ വത്തക്കയാണ്. ആ ഏരിയയിൽ കാണുന്നത് ഫുള്ളായിട്ടും വത്തക്കയാണ് കേട്ടോ. അത് ഫുള്ള് അങ്ങനത്തോളം കാണുന്ന വത്തക്കയാണ്. അതിൻ്റെ ഉള്ളിലെല്ലാം വത്തക്കയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ഇതുണ്ട്, വീടെല്ലാം നോക്കിയാൽ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടിയടിയിലായിട്ടുണ്ട് വത്തക്ക കേട്ടോ.
ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ബത്തക്കയാണ് കേട്ടോ. ഇതുണ്ടോ, ഞാനിപ്പം ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഈ ഏരിയയിൽ കംപ്ലീറ്റ് ബത്തക്കയാണ്. അല്ല, ഈ ഏരിയയിൽ ഈ കാണുന്ന ഏരിയ ഫുള്ള് ബത്തക്കയാണ്. കണ്ട, എല്ലാം കണ്ട, അതിലൊക്കെ കാണാൻ പറ്റും. ഫുള്ള് ബത്തക്കയാണ്. അതേപോലെ പിന്നെ ഇപ്പുറം കണ്ട ചെണ്ടുമല്ലിയാണ്. ചെണ്ടുമല്ലിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ബത്തക്ക കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് ഉള്ളത് ഇപ്പോഴും. ഇത് കണ്ട, അതേ ഈ സൈഡിൽ കണ്ട ഫുള്ള് ഇതാ ഈ ഏരിയയിൽ ഇങ്ങനത്തോളം പിന്നെ ചെണ്ടുമല്ലിപ്പൂ കണ്ട വിരിഞ്ഞിട്ട്. അതേപോലെ ബത്തക്കയുണ്ട് കേട്ടോ ഈ സൈഡിൽ കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയയിൽ ഫുള്ളായിട്ട് ബത്തക്കാണ് കേട്ടോ. അതേപോലെ ഇടക്കിടക്കായിട്ട് ചെണ്ടുമല്ലി പൂവിൻ്റെ അതും ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു, എന്നാലും ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറൊന്നുമല്ല, കപ്പൊക്കെയാണ് കേട്ടോ. ഈ പിന്നെ തണ്ണിമത്തൻ്റെ കൂടെ തന്നെ ഇവരുടെ കപ്പക്കയും കൂടി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് അത്ര വളർച്ചയില്ലാത്ത ഒരു ഇനം കപ്പക്കയാണെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ നമ്മളെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന കപ്പക്ക മരം എന്ന് വെച്ചാൽ നല്ലൊരു ഹൈറ്റിൽ വളർന്ന് അങ്ങനെയല്ല കപ്പക്ക അതിനകത്തുണ്ടാവും, അങ്ങനെയെല്ലാം. അപ്പോൾ ഇവിടെ കാണുന്ന കപ്പക്കേൻ്റെ മരം എന്ന് വെച്ചാൽ അധികം വളർച്ചയില്ലാത്ത വേറെ കപ്പക്ക മരമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കപ്പക്കേൻ്റെ തോട്ടം. ഇത് തണ്ണിമത്തൻ കൃഷിയോടൊപ്പം ഇവരുടെ എന്താ പറയുക കപ്പക്കൻ്റെയും കൃഷിയുടെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒന്നും അധികം വളർച്ചയില്ല. നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന കപ്പക്ക എന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈറ്റിൽ വളർന്ന് അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പക്ക മരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഏത് ഇനത്തിൽപ്പെട്ട കപ്പക്ക മരമാണെന്ന് ഇത് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ്ട് ഈ ഏരിയയിലെ കപ്പക്ക മരം ഫുള്ളായിട്ട് അങ്ങ് എൻ്റെ വരെ ഉണ്ട് കേട്ടോ കപ്പക്ക. പക്ഷേ വേണ്ട, അങ്ങ് മുകളിൽ വരെയുണ്ട് ഈ കപ്പക്കേൻ്റെ പിന്നെ മരങ്ങൾ കേട്ടോ. കപ്പക്ക ഉണ്ടായിട്ടുണ്ട്, ഓരോന്നിൻ്റെ അകത്തും പിന്നെ കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത് ഇനത്തിൽപ്പെട്ട കപ്പക്ക മരമാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് അറിയുന്നവർ ഏത് ഇനത്തിൽപ്പെട്ട കപ്പക്ക മരമാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വേറെ ഒന്ന് പറയാനുള്ള വെച്ചാൽ ഇത് വരുന്നത് ഇരിക്കൂറിന്ന് നേരെ പെരുമണ്ണിലേക്ക് വരിക. പെരുമണ്ണിന്ന് ഇടത്തോട്ടുള്ള റോഡാണ് കേട്ടോ. ഒരു മണ്ണിട്ട റോഡുണ്ട് ഇടത്തോട്ട്, അതിൽ തന്നെ നേരെ വരുമ്പോൾ ഈ തോട്ടം കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക. നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ, അതും കൂടി പറയാലോ. ഏറ്റവും ടോപ്പ് കയറി താഴോട്ടേക്ക് നോക്കുമ്പം തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പിന്നെ വെയിലുണ്ടെന്നേ ഉള്ളൂ. ഈ സമയത്തെല്ലാം വന്നാൽ നല്ല വെയിലുണ്ടാവും. വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 3 മണിക്ക് ശേഷമായിരിക്കും വരുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണോ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. മോൻ്റെ കാരണമാ വിജോട്ടൻ്റെ ആയിട്ട് വരുമോ? ചേച്ചിനെ വന്നല്ലേ. ആ നിൽക്കുന്ന ബിജോട്ടൻ്റെ ചേച്ചിനെ വന്നതാണ് കേട്ടോ. നല്ല വിളവല്ലേ? ആ നല്ല. നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം, നമ്മളെ ജില്ലയിൽ തന്നെ അല്ലേ? ജില്ലയിൽ തന്നെ ഇത് സംഭവം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടം കാണുന്നത്. മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട് ആ അല്ലേ? അത്
ബഷാറുണ്ട്. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഏടിയില്ല ഇങ്ങനെ ഒരു സംഭവം. കേരളത്തിൽ തന്നെ ഇങ്ങനെ കാണാൻ വളരെ ദുർലഭമായി ഒരു സ്ഥലം. അതല്ലേ ഇത് ആളാരാ മീന്? അത് അങ്ങോട്ടാ. ഇക്കൻ്റെ പേര് ബഷീർ കുയിലൂരാ. ബഷീർ കുയിലൂർ. എൻ്റെ പേര് മുസ്തഫ. മുസ്തഫ. അമീർ. നിങ്ങളുടെ സ്ഥലം എവിടെയാ? ഞാൻ ഫ്രണ്ടാണ് കോട്ടൂർ. ഇത് ഫുള്ളായിട്ട് വത്തക്കൻ്റെ തോട്ടാന്നേ. ഇങ്ങനത്തോളം ഉണ്ട്. മോൻ ലേഖേച്ചിൻ്റെ മോനല്ലേ? അല്ല ലീനേച്ചിൻ്റെ. ആ നിങ്ങൾ വീഡിയോസെല്ലാം കാണലുണ്ട് കേട്ടോ. വീഡിയോസെല്ലാം പൊളിയാന്ന് കേട്ടോ. ലേഖേച്ചോട് ചോദിച്ചെന്ന് കേട്ടോ. ലേഖേച്ചിൻ്റെ ഓരോ വീഡിയോസും കണ്ടല്ലേ എന്നാ പറയണ്ടേ. സൂപ്പർ ആക്കുന്നുണ്ട് കേട്ടോ. ഏക്കാ പിന്നെ പേരെന്നാ? ഗൂഗിൾ. ഗോകുൽ. എവിടെ വീട്? എൻ്റെ വീട് തന്നെയാണ്. പേരെ പിന്നെ ഇതിൻ്റെ കുറച്ച് പറഞ്ഞു തരുമോ? പറഞ്ഞാൽ ശരിക്കും കൃത്യമായിട്ട് നല്ലോണം അറിയുന്ന താഴെ ആണുള്ളത്. അവിടെ വന്നിട്ടാകുമ്പോൾ നിങ്ങളെടുത്ത വീട് ഞാനിപ്പോൾ കൊടുക്കലേ ഉള്ളൂ. ആ പറ. ഈ മഞ്ഞ കാണുന്നത് ഉള്ളിൽ മഞ്ഞുള്ളതല്ല കേട്ടോ, ഉള്ളിൽ ചുവപ്പുള്ളതാണ് കേട്ടോ. ഇത് അങ്ങനത്തോളം ഉണ്ട് ഫുള്ളായിട്ട്. എന്താ കംപ്ലീറ്റ് എന്താ അവിടെയുള്ള തേച്ച് ഉള്ളിൽ ചുവപ്പുള്ള തണ്ണിമത്തനാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മൾ സാധാരണ വത്തക്കല്ലേ? ഇത് ഇത് സാധാരണ ചുവപ്പല്ലേ? പിന്നെ ഇതും അങ്ങനെ ഉള്ളതായിരിക്കൂലേ? ഇതെല്ലാം ചോപ്പാണ്. ഇതെല്ലാം ചുവപ്പ് അല്ലേ? എല്ലാം ചോപ്പാണ്. പിന്നെ മഞ്ഞ ഓറഞ്ച് ഇന്നലെ കൊടുത്തത്. ഇന്നലെ കുറെ പറിച്ചെന്നെയാണ്. ഇന്നലെ ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഓറഞ്ച് കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ നാളെ മറ്റന്നാളായിട്ട് പറിച്ചു. പന്നല്ലേ? കുറച്ച് ഇത് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളേതാ യൂട്യൂബ് ചാനൽ? ബത്തക്കാട്ട ഇവിടെ ഫുള്ളായിട്ട് ചകിരി കംപ്ലീറ്റ് ബത്തക്കാട്ട എവിടെയെല്ലാം ഉണ്ട്. ഏരിയയിൽ കംപ്ലീറ്റ് അങ്ങനത്തോളം ബത്തക്കാണ് പലതാക്കി ഏരിയയിൽ ഉണ്ടാകും. അങ്ങനത്തോളം ഫുള്ള് ബത്തക്കാണ്. തോളം ബത്തക്കാണ് കേട്ടോ. കംപ്ലീറ്റ് ഈ ഏരിയയിൽ ഫുള്ള് കംപ്ലീറ്റ് ബത്തക്കാണ് കേട്ടോ. ധാരാളം ഉണ്ട്. ഏരിയ കംപ്ലീറ്റ് ആ കാണുന്ന ഏരിയ കംപ്ലീറ്റ് ബത്തക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനത്തോളം. ഇപ്പം തിരിച്ച് നാട്ടിലേക്ക് പോക്കാം കേട്ടോ. കുറേ സമയമായി വന്നിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ പോക്കാം. ബത്തക്കൊന്ന് വാങ്ങണം. വേണ്ട ഈ ഏരിയ കംപ്ലീറ്റ് ബത്തക്ക. ചേച്ചി ബത്തക്ക വാങ്ങിയോ? അല്ല ഞാൻ വേറെ.
എത്ര കിലോയ്ക്കാ? 30. ഇത് കംപ്ലീറ്റ് വത്തക്കാണ്. അതായത് ഈ രണ്ട് സൈഡിലും കണ്ടത്. ഈ സൈഡിൽ കംപ്ലീറ്റ് വത്തക്ക കേട്ടോ. ഫുൾ അങ്ങോട്ടോളം വത്തക്ക. അതായത് ഇപ്പുറവും ഇതുണ്ട, ഇതങ്ങ് മേലോളം വത്തക്കാണ് കേട്ടോ. കായലിതായി ഉണ്ടാവും ഇവിടുന്ന് അങ്ങോട്ടോളം. ഇങ്ങോട്ടേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. സൈഡ് ഫുള്ള് ഉണ്ടാ